മഞ്ഞാണെന്ന് കരുതി ബാല്യത്തിൽ വാരി മനസ്സിൽ നിറച്ചു. കുറച്ചുകൂടി വലുതായപ്പോൾ മഴയാണെന്ന് കരുതി കോരി ശിരസിൽ നിറച്ചു. പിന്നെയാണ് മനസ്സിലായത് ഒരിക്കലും അസ്തമിക്കാത്ത വേനലാണ് അതെന്ന്. അതിൻ്റെ പേര് അന്നും ഇന്നും അറിവ് എന്ന് തന്നെ. ഈ ദിവസത്തെ നമ്മുടെ വിശിഷ്ടരായ നോബൽ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത മലയാളികൾക്ക് മുഴുവൻ പ്രിയങ്കരനായ ശ്രീ VK ശ്രീരാം. IT ഗൈഡ് നിമി, ഗുഡ് ഈവനിങ്. പോയ ദിവസം അശ്വമേധത്തിന്റെ രാവ് അവസാനിച്ചപ്പോൾ കോഴിക്കോട് നിന്നെത്തിയ സൈറ സതീഷ് യാഗം വിജയകരമായി പൂർത്തിയാക്കി യജ്ഞത്തിന്റെ ആദ്യ റൗണ്ടിൽ എന്നെ സമർത്ഥമായി പരാജയപ്പെടുത്തി രണ്ടാം റൗണ്ടിൽ പ്രവേശിച്ചിരിക്കുകയായിരുന്നു. അടിസ്ഥാനപരമായി മയ്യഴിക്കാരിയായ, ഒരുപാട് വായിക്കുന്ന, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള അഭിഭാഷക കൂടിയായ സൈറ സതീഷിനോടൊപ്പം ഈ ദിവസത്തെ ബൗദ്ധിക സഞ്ചാരം ഇങ്ങനെ നമുക്കിവിടെ ആരംഭിക്കാം. സൈറ സതീഷ്, പ്ലീസ് വാക്ക് ഇൻ. ഗുഡ് ഈവനിങ് സർ. സോ ഇന്നലെ സുഖമായി ഉറങ്ങി. വീണ്ടും അശ്വമേധത്തിന്റെ മത്സരവേദിയിൽ സൈറ എത്തി നിൽക്കുന്നു. ഇക്കുറി സൈറ വിചാരിക്കേണ്ടത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു സംഭവമാണ്. ലോക ചരിത്രത്തിൽ എവിടെയോ സൈറയെ കാത്ത് ഒരു സംഭവം ഒളിച്ചിരിക്കുന്നു. ആ സംഭവം സൈറയുടെ മനസ്സിൽ നിന്ന് കണ്ടെത്താൻ എനിക്ക് ഇക്കുറി 19 ചോദ്യങ്ങൾ. സൈറയുടെ ലൈഫ് ലൈനും 1 വർദ്ധിക്കും, 5-ൽ നിന്ന് 6 ആകും. സൈറയ്ക്ക് ഒരു വിഷയം തിരഞ്ഞെടുക്കും. ഓൾ ദി ബെസ്റ്റ്. ആകസ്മികമായി ലഭിച്ച ഒരു വിഷയത്തെക്കുറിച്ച് എന്നോ നടന്ന ഒരു സംഭവം സൈറ വിചാരിച്ചു കഴിയുമ്പോൾ സൈറയോടൊപ്പം യജ്ഞത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കും. സൈറ സതീഷ് ഇക്കുറി തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ മനസ്സിലോർത്ത സംഭവം അംഗീകരിക്കപ്പെടാവുന്ന ഒരു സംഭവമാണ്. അംഗീകരിക്കപ്പെടാവുന്നതാണ്. ആ സംഭവത്തിനെ കുറിച്ച് യെസ് ഓർ നോ എന്റെ ചോദ്യങ്ങൾക്ക് പറയാൻ 6 തവണ സൈറയെ സഹായിക്കാൻ IT ഗൈഡ് നിമ്മി തയ്യാറാണ്. സൈറ, all the best to the second round of Yajnam. Please take your seat. അശ്വമേധത്തിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടുമെന്ന്, ഒപ്പം ആദ്യ റൗണ്ട് അനായാസമായി ജയിക്കാമെന്നും, യജ്ഞത്തിൽ മത്സരിക്കാമെന്നും, യജ്ഞത്തിൽ ആദ്യ റൗണ്ട് ജയിച്ച് രണ്ടാം റൗണ്ടിൽ 50,000 രൂപയുടെ ഏണിയും പാമ്പും കളിയിലെത്തി നിൽക്കുന്നു. 50,000-ത്തിൽ പരാജയപ്പെട്ടു പോയാൽ 5,000-ത്തിലേക്കാണ് തിരികെ വരിക, അല്ലെങ്കിൽ 1,00,000-ത്തിന്റെ മത്സരത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഈ അവസരം ലഭിക്കുമെന്ന് കരുതിയിരുന്നു? ഒരിക്കലില്ല. ശരി, നമുക്ക് മുന്നോട്ട് പോവാം. ആൾ ദ ബെസ്റ്റ്. മക്കളുടെ പേരെന്താ പറയുക? ഇന്നലെ പറഞ്ഞില്ലല്ലോ, മക്കളുടെ പേര് പറഞ്ഞില്ല. നിങ്ങൾ ഈ ഗ്ലാസ്ഗോവും വിയന്നയും ഒക്കെ പറയുന്നതിനിടെ മക്കളുടെ പേര് പറയാൻ മറന്നു. മൂത്താള് ബ്രിറ്റോ സതീഷ്, രണ്ടാമത്തെ ഷാരോ സതീഷ്. തുടങ്ങാം. സൈറ വിചാരിച്ച ആ സംഭവം നല്ലതെന്നോ ചീത്തയെന്നോ കൃത്യമായി പറയാവുന്ന ഒരു സംഭവമാണോ? നല്ല സംഭവമാണോ? അല്ല, നല്ലതാണ്. ആണ്. നല്ലതാണ്. നല്ലതാണ്. എല്ലാ നല്ലതിന്റെ അല്ലയാണ്. നല്ലതാണ്. ഹിന്ദിയിലാണോ ആ സംഭവം നടന്നത്? അതെ. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നടന്ന സംഭവമാണ് എന്ന് പറയാവുന്ന ഒരു സംഭവമാണ്. ആണ്. അതായത് ചില സംഭവങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംഭവം മനസ്സിൽ വിചാരിച്ചു എന്നിരിക്കട്ടെ, അത് കേരളത്തിൽ നടന്ന സംഭവമാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ബാധകമാണ്. എന്നാൽ കേരളത്തിൽ മാത്രം നടന്നതാണെന്ന് പറയാനും പറ്റില്ല. ഇത് പക്ഷെ അങ്ങനെ പറയാം, അല്ലേ? 1950-ന് ശേഷം നടന്ന സംഭവം അല്ല. 1900-ന് ശേഷം നടന്ന സംഭവം അല്ല. സൗത്ത് ഇന്ത്യയിലാണോ നടന്നത്? അതെ. ആണ്.
കേരളത്തിലോ മാഹിയിലോ ആണോ സംഭവം നടന്നത്? ആണ്. മാഹിയിലാണോ സംഭവം? അല്ല. എല്ലാം മയ്യഴി ആണോ എന്ന് അറിയണമല്ലോ. 9 ചോദ്യങ്ങൾ കഴിഞ്ഞു, ഇനി 10 ചോദ്യങ്ങൾ മാത്രം നമുക്കിടയിൽ. ഒരു ദീർഘനിശ്വാസമൊക്കെ വന്നു. സൈർ ആദ്യമായാണ് ഈ കോൺഫിഡൻസ് ലെവലിൽ ഒരല്പം പതറുന്ന ഒരു നെടുവീർപ്പ് ഞാൻ കാണുന്നു. സൈറ, എന്റെ 10ാമത്തെ ചോദ്യം. രാഷ്ട്രീയം? താങ്ക് യു. ചോദ്യം കൂടുതൽ ചോദിക്കാതെ ഉത്തരം പറഞ്ഞു. രാഷ്ട്രീയ സംഭവമാണ്. ഞാനൊരു 5-6 ചോദിച്ചിട്ട് പിന്നെ വീണ്ടും ഓരോന്ന് കണ്ടുപിടിക്കേണ്ടി വന്നേനെ. പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ആണ്. ആണ് സാർ, ശരിയാണോ? അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. അല്ല, സൈറയ്ക്ക് ആ ഒരു സംഭവം നിർദ്ദേശിക്കാൻ ലഭിച്ചത് രാഷ്ട്രീയം തന്നെയാണ് വിഷയം ലഭിച്ചത് എന്നാണ് ചോദ്യം. അല്ല. അല്ല. കല എന്നാൽ രാഷ്ട്രീയം ഉണ്ട് അതിൽ. അപ്പോ കലയും സംസ്കാരവും സാഹിത്യവും ഒന്നും ആയിരിക്കില്ല ലഭിച്ചത്. നോക്കാം. അതെ, അല്ല, ഒരു 3 പറഞ്ഞതിലൊന്നാണ്. ആണ്. അപ്പൊ പ്രധാന വിഷയം രാഷ്ട്രീയം ആണ്. സാംസ്കാരികം കലാ സാംസ്കാരികമാണോ? എല്ലാം പ്രാധാന്യമുണ്ട്. കലയല്ല. ആയിക്കോട്ടെ, നോക്കാം. 1900 ശേഷമാണോ നടന്നത്? അല്ല. 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 തെക്കൻ കേരളത്തിലാണോ അത് നടന്നത്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ? അല്ല. അല്ല. 1800 ശേഷം? അതെ. ആണ്. അടുത്തത് 14ാമത്തെ ചോദ്യമല്ലേ സർ? 40. അത് കേരളത്തിന്റെ പാരമ്പര്യം, കേരളത്തിന്റെ യുണീക്ക്നെസ്സുകൾ, ലോകത്തിന്റെ മുന്നിൽ കേരളം അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ പ്രസക്തികൾ, അല്ലെങ്കിൽ പാരമ്പര്യ പൗരാണിക പ്രസക്തികളിൽ ഒന്നാണോ ആ സംഭവം? വ്യക്തമായില്ല. കേരളത്തിന്റെ യുണീക്കായ, കേരളത്തിന്റെ സവിശേഷതകൾ നിറഞ്ഞ ഒരു പാരമ്പര്യ പൗരാണിക പ്രസക്തി, ചരിത്രപരമായ പ്രസക്തി ആ സംഭവത്തിനുണ്ടോ? ഉണ്ട് സർ? ഇല്ല. 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 നമ്മുടെ മാമാങ്കം പോലൊരു സംഭവം അങ്ങനെയൊന്നും ഇല്ല. അല്ല, അല്ല, പൗരാണിക പ്രസക്തി ഇല്ല. So that was a lifeline. Question number 14, first lifeline. I repeat question 14. ഏതെങ്കിലും രാജാവുമായോ ഭരണാധികാരിയുമായോ ബന്ധപ്പെട്ടതാണോ ആ സംഭവം? അതെ. ആണ്. നമ്പർ 15, സാമൂതിരിയുമായി ബന്ധപ്പെട്ടതാണ്? അല്ല. അല്ല. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ സംഭവത്തിന് പ്രസക്തി? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ സംഭവത്തിന് പ്രസക്തിയുണ്ടോ? ഇല്ല. 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 ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ ആരംഭം ആയിരുന്നു ആ സംഭവം? അല്ല. 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 ഇനി 2 ചോദ്യങ്ങളേ ഉള്ളൂ. സൈനയ്ക്കും എനിക്കും യജ്ഞത്തിന്റെ അവസാന റൗണ്ടിനും ഇടയിൽ. ഓൾ ദി ബെസ്റ്റ്. പിടിച്ചു കെട്ടും അല്ലേ? ഒരിക്കലും ഇല്ല. ഒരു രാജാവുമായി അതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഒരു പ്രശസ്ത വ്യക്തിയുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ശരി തന്നെയാണോ ഈ പറഞ്ഞതൊക്കെ? ആണ്. പ്രശസ്ത വ്യക്തിയുമായി ഈ സംഭവത്തിന് ബന്ധമുണ്ടോ? അതെ, പ്രശസ്ത വ്യക്തിയായിട്ട് ബന്ധമുണ്ട്. അതെ. അതെ, ഉണ്ട് സർ. പ്രശസ്തനായ ഒരു വ്യക്തിയുമായി ബന്ധമുള്ള സംഭവം തന്നെയാണ്. അത് രാജാവല്ല, അല്ല എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാണല്ലോ. സൈറ പറഞ്ഞതെല്ലാം ശരിയാ. സൈറയ്ക്ക് 6 തവണ അവരുടെ ലൈഫ് ലൈൻ യൂസ് ചെയ്യാമായിരുന്നു, 1 തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി 2 ചോദ്യങ്ങൾ, അതിനിടയിൽ 5 ലൈഫ് ലൈൻ. വേസ്റ്റ് ആക്കണ്ട, സംശയം ഉണ്ടെങ്കിൽ യൂസ് ചെയ്തോളൂ. തെറ്റ് പറയരുത് എന്നേ ഉള്ളൂ. ഒന്നിന്റെയും ആരംഭമല്ല അത് എന്ന് പറഞ്ഞു അല്ലേ? ഒന്നും ആരംഭിച്ചതല്ല അത് എന്ന് തീർച്ചയാണത്. ആ ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമാക്കൂ.
ഞാൻ ചോദിച്ചു എന്തിൻ്റെങ്കിലും ആരംഭമായിരുന്നു, എന്തെങ്കിലും ആരംഭിച്ചതാണോ? ഒരു സ്ഥാപനം, പ്രസ്ഥാനം, മൂവ്മെന്റ്, ഒരു കല, ഒരു എന്തെങ്കിലും ഒന്ന് ഒന്ന് ആരംഭിച്ചതാണ്. ആണ് ആണ് അല്ലാന്നാണ് അങ്ങനെ പറയുമ്പോൾ ഒരു സ്ഥാപനം ഒന്നുമല്ല. അല്ല, എന്തെങ്കിലും ഒരു കലാരൂപം ആരംഭിച്ച കലാരൂപമായിട്ട് അതിന് പറയാൻ പറ്റൂല, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ബിഗിനിങ് ഓഫ് സംതിങ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതില് ഒരു സംഗതി ചെയ്തു, അത് പക്ഷേ അതിന് ആ ഒരു ഇത് ചെയ്തു. ഇൻസിഡന്റ് മാത്രം. അത് നേരത്തെ പറഞ്ഞല്ലോ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്റെ 18ാമത്തെ ചോദ്യം, അത് സാമൂഹിക അസമത്വങ്ങൾക്ക്, ഏതെങ്കിലും രീതിയിലുള്ള സാമൂഹികമോ സാമുദായികമോ ആയ അസമത്വങ്ങൾക്ക് എതിരെയുള്ള ഒരു നടപടിയായിരുന്നു എന്ന്. ചോദ്യം പൂർത്തിയാക്കട്ടെ സൈറ, വേറെ ഇത്ര ധൃതി വേണ്ട, കുറച്ചുകൂടി സമയമെടുക്കാം നമുക്ക്. കാരണം സൈറയെ കൂടുതൽ നേരം കാണാൻ സൈറയുടെ മക്കൾക്ക് താല്പര്യമില്ലേ? ഏതെങ്കിലും സാമൂഹികമായോ സാമുദായികമോ ആയ സാമ്പത്തികമായ അസമത്വങ്ങൾക്കെതിരെ, ഇനിക്വാലിറ്റിക്കെതിരെയുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു അത്? അല്ല. ഒരു തരത്തിലുള്ള അസമത്വങ്ങൾക്കുമെതിരെയുള്ള മൂവ്മെന്റ് എന്നതിനെ പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മുടെ പിന്നീട് VT അരങ്ങിൽ നിന്ന് മണിയറയിലേക്ക് എഴുതിയത് ഒരു സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള, അസമത്വത്തിനെതിരെയുള്ള ഒരു മൂവ്മെന്റ് ആണെന്ന് പറയാം. ഇത് അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് എന്നൊന്നും പറയാനില്ല. ഇനി ഒരേ ഒരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെയാണ് ആ കൃതി നടന്നത്, ആ ക്രിയ നടന്നത്. അതൊരു രചനയാണ്, ഒരു സൃഷ്ടിയാണ്? അല്ല. ഒരു കൃതിയുടെ രചനയാണോ എന്നാണ് ചോദ്യം. അല്ല. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. 19ാം നൂറ്റാണ്ടിൽ ഉത്തര കേരളത്തിൽ മലബാറിൽ നടന്ന ഒരു സംഭവം, സാംസ്കാരികമായ ഒരു സംഭവം, അതിന് രാഷ്ട്രീയമായ പ്രസക്തിയും ഉണ്ട്. എന്നാൽ അത് ആദ്യത്തെ ഒരു സംഭവം, ഒന്നിൻ്റെ ആരംഭം എന്നൊന്നും പറയാൻ കഴിയുന്ന ഒന്നല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടു. ഒരു രചനയോ ഒരു കൃതിയോ ഒരു സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതികരണമോ ഒന്നുമല്ല എന്നാണ് വ്യക്തമാക്കിയത്. ഒരു പ്രശസ്ത വ്യക്തിയുമായി ബന്ധമുണ്ട് താനും എന്നും പറഞ്ഞു, അല്ലേ? പറയൂ സൈറ. കൺഗ്രാറ്റുലേഷൻ. പറയൂ. 50,000 രൂപയുടെ ഈ റൗണ്ടിലും സൈറ വിജയിച്ചു. വെൽ ഡൺ. എന്തായിരുന്നു ആ സാംസ്കാരിക സംഭവം? 19ാം നൂറ്റാണ്ടിൽ മലബാറിലെ ഡിസ്ട്രിക്ട് കളക്ടർ ആൻഡ് മജിസ്ട്രേറ്റ് ആയിരുന്ന ഹെൻറി വാലന്റൈൻ കൊണോലി, അവരുടെ കാലത്ത് അയാൾ ആണ് 1500 ഏക്കറിൽ നിലമ്പൂരിൽ ടീക്ക് പ്ലാന്റേഷൻ, അത് വിത്തുകൾ മുളപ്പിച്ചിട്ടാണ് തേക്കും കാട് ഉണ്ടായത്, ആദ്യത്തെ ടീക്ക് പ്ലാന്റേഷൻ. മാത്രമല്ല ഇന്നും 5 ഏക്കേഴ്സ് കൊണോലിൻ്റെ പേരിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് 159 years ആയിട്ട് ആ തേക്കും മുറിച്ചിട്ടൊന്നുമില്ല. സോ ഷിപ്പ് ഉണ്ടാക്കാനും അതിനും ഇതിനൊക്കെ തേക്ക് വേണമെന്നാണ് നിലമ്പൂരിലെ തേക്ക് മ്യൂസിയത്തിൽ. നിലമ്പൂർ തേക്ക് പ്ലാന്റേഷൻ 1842 അന്നത്തെ മലബാർ കളക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ കൊണോലി ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ചന്തുമേനോന്റെ സഹായത്തോടെ നിലമ്പൂരിൽ തേക്കിൻ തൈകൾ വെച്ചുപിടിപ്പിക്കാൻ നിർദ്ദേശം നൽകി. ഇത് ലോകത്തിലെ ആദ്യത്തെ തേക്കിൻ തോട്ടമായി കരുതുന്നു. 2 ഹെക്ടറിൽ ഏറെ ഭൂമിയിലാണ് തേക്കിൻ തൈകൾ വെച്ചുപിടിപ്പിച്ചത്. കൺഗ്രാറ്റുലേഷൻസ് സൈറ, വെൽ ഡൺ. ആൻഡ് സൈറ 50,000 രൂപയ്ക്ക് വേണ്ടി സൈറ വിചാരിച്ചത് ഒരു സംഭവമാണ് എങ്കിൽ ഇനി സൈറയുടെ മുന്നിൽ വളരെ എളുപ്പം. ലോകത്തിൽ ഒരുപാട് പ്രശസ്തരായ വ്യക്തികളുണ്ട്, അതിലൊരാളെ സൈറ ആദ്യം വിചാരിച്ചു.
പിന്നീട് ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള മഹത്തായ സംഭവങ്ങളിൽ നിന്ന് ഒന്ന് വിചാരിച്ചു. ഇനി വിചാരിക്കുന്നത് അതിനേക്കാൾ എളുപ്പമായ ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ, ഈ വലിയ ലോകത്തിലുള്ള ഒരു സ്ഥലം, എന്തോ ഒരു പ്രത്യേക കാരണത്താൽ സവിശേഷ ശ്രദ്ധയാർന്ന ഒരു സ്ഥലം. ആ സ്ഥലം വിചാരിക്കും സൈറ അടുത്ത റൗണ്ട്.